പാലക്കാട് ഉപ്പുംപാടത്ത് ഭർത്താവിന്റെ കുത്തേറ്റു ഭാര്യ മരിച്ചു. ഉപ്പുംപാടം സ്വദേശി ചന്ദ്രികയാണ് മരിച്ചത്. സച്ചിൻ വെള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യുവാനുള്ള സാഹചര്യത്തെക്കുറിച്ചും മറിച്ചും വ്യക്തമായിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? സിന്ദൂരി, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഉപ്പുംപാടം സ്വദേശി ചന്ദ്രിക കൊല്ലപ്പെട്ടത്. ഭർത്താവ് രാജനും കുത്തേറ്റ നിലയിലാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. രാജനെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സക്കായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നതായാണ് നാട്ടുകാർ പറയുന്നത്. കുടുംബ തർക്കമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് ലഭിക്കുന്ന സൂചന. ഇന്ന് പുലർച്ചയോടുകൂടെ 5:30 മുകളിലത്തെ നിലയിൽ ഉറങ്ങുകയായിരുന്ന മകൾ ശബ്ദം കേട്ട് താഴെ എത്തിയപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അച്ഛൻ രാജനെയും അമ്മ ചന്ദ്രികയും കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാരെ വിവരം അറിയിക്കുകയും നാട്ടുകാർ പോലീസിനെയും അതേപോലെ തന്നെ ആംബുലൻസ് വിവരം അറിയിച്ചു. തുടർന്ന് ഇരുവരെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ചന്ദ്രിക സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. രാജനെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇരുവർക്കും വയറിനാണ് കുത്തേറ്റത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. നിലവിൽ കുടുംബ തർക്കമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് ലഭിക്കുന്ന സൂചന. സച്ചിൻ, ഭാര്യയെ കുത്തി കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചതാവാനായിരിക്കും സാധ്യത, അല്ലേ? നിലവിൽ പോലീസ് കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടില്ല. കാരണം രണ്ടുപേർക്കും കുത്തേറ്റിട്ടുണ്ട്. പരസ്പരം കുത്തിയതാണോ അതോ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്ന വിവരം ഒരു സൂചന മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്നാൽ അതിലൊരു കൃത്യമായ നിഗമനത്തിൽ എത്താൻ വേണ്ടി നിലവിൽ പോലീസിന് സാധിച്ചിട്ടില്ല. പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചന്ദ്രികയുടെ ഭർത്താവ് രാജന്റെ നില ഗുരുതരമായി തുടരുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നിലവിലുള്ളത്. ഈ ദമ്പതികൾക്ക് 2 പെൺകുട്ടികളാണ്. ഇളയ കുട്ടിയായിരുന്നു മുകളിലത്തെ നിലയിൽ ഉറങ്ങുകയായിരുന്നു. ഈ കുട്ടിയാണ് ശബ്ദം കേട്ട് താഴെ പുലർച്ചെ 5:30 താഴേക്ക് എത്തിയപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അച്ഛൻ രാജനെയും അതേപോലെ തന്നെ അമ്മ ചന്ദ്രികയും കണ്ടത്. തുടർന്നാണ് നാട്ടുകാരെയും അതേപോലെ തന്നെ പോലീസിനെയും വിവരം അറിയിച്ചത്. സിന്ദൂരി, സച്ചിൻ, ഈ ഒരു കുടുംബ വഴക്കായിരിക്കും ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണല്ലോ പ്രാഥമികമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പ് ഇവരുടെ ഒരു ജീവിത കാലയളവിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ മറ്റും പോലീസ് കേസോ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് പ്രാഥമികമായി നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുണ്ടോ? സിന്ദൂരി, നിലവിൽ നാട്ടുകാർ നൽകുന്ന വിവരം ഇരുവരും വാടകക്കാണ് ഈ ഉപ്പുംപാടത്ത് താമസിക്കുന്നത് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. വാടകയ്ക്ക് ഈ അടുത്ത കാലത്താണ് ഉപ്പുംപാടത്ത് എത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ കുടുംബത്തെക്കുറിച്ച് പൂർണ്ണമായും നാട്ടുകാർക്കും വ്യക്തമായ ഒരു സൂചനയില്ല. എന്നാൽ ഇവർ ചന്ദ്രികയും രാജനും തമ്മിൽ വഴക്കുകൾ മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന സൂചന നാട്ടുകാർ നൽകുന്നുണ്ട്. അതിലൊക്കെ കൃത്യമായ ഒരു വിവരങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. നിലവിൽ മക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സിന്ദൂരി.